താമരശ്ശേരി ചുരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. 7ാം വളവിൽ കണ്ടെയ്നർ ലോറി കുടുങ്ങിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടിരിക്കുന്നത്. സിനോജ് തോമസ് ആണ് ചേരുന്നത്. സിനോജ്, വീണ്ടും ഒരു കണ്ടെയ്നർ അവിടെ കുടുങ്ങിയിരിക്കുകയാണ്. എത്രത്തോളം വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്? ഇത് മാറ്റാൻ കഴിയുന്നുണ്ടോ? വിനീത, 2:30 മണിയോടുകൂടിയാണ് ചുരം ഇറങ്ങി വന്ന കണ്ടെയ്നർ ലോറി ചുരത്തിൽ കുടുങ്ങിയത്. 7ാം വളവിലാണ് ഈ ലോറി കുടുങ്ങിയിരിക്കുന്നത്. വളവിലായതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങൾ കടന്നു പോകാനുള്ള പ്രയാസമുണ്ട്. അതായത് മൾട്ടി ആക്സിൽ വാഹനങ്ങൾ ഒന്നുപോലും ഈ ചുരം വഴി കടന്നു പോകില്ല. ബസ് ഉൾപ്പെടെ വാഹനങ്ങൾ നിയന്ത്രിച്ച് വൺ വേ ആയിട്ട് കടത്തിവിടുന്നുണ്ട്. ചെറുവാഹനങ്ങൾ വൺ വേ ആയിട്ടാണ് കടത്തിവിടുന്നത്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് വലിയ തിരക്ക് ചുരത്തിലുണ്ട്. ഇതിനിടയിലാണ് ലോറി കുടുങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ തുടർച്ചയായ ദിവസങ്ങളിലാണ് ചുരത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ടാകുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയും ഇതേ സ്ഥലത്ത് ചുരം കയറി പോവുകയായിരുന്ന ലോറി കുടുങ്ങി മണിക്കൂറുകളോളം വലിയ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. ഇന്നലെ ഒരു പിക്കപ്പ് വാൻ ചുരത്തിൽ മറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ രീതിയിൽ വലിയ ഗതാഗത പ്രശ്നങ്ങൾ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ ചുരത്തിലുണ്ടാകുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട്. കാരണം വൈകുന്നേരങ്ങൾ സമയത്താണ് കൂടുതലും ഈ ഗതാഗത കുരുക്കുണ്ടാകുന്നത്. ശനിയും ഞായറും അവധി ദിവസമായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിന്റെ തിരക്കുള്ള ദിവസങ്ങളിലും ലോറി കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ലോറി അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം പോലീസും ചുരം സംരക്ഷണ പ്രവർത്തകരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.